പ്രിയമുള്ളവരെ, ഞാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ. ഇത് നമ്മുടെ മോമാലി ഇൻഷുറൻസ്. ഞങ്ങൾ നമ്മുടെ 80, 81, 82 കാലഘട്ടത്തിലുള്ള ഈ കണക്ക് കൃത്യമല്ല, എന്നിരുന്നാലും ഏകദേശം അങ്ങനെയാണ്. അപ്പോൾ അത് സംബന്ധിച്ചായിട്ട് ഇന്ന് ഞങ്ങൾ മെക്സവന് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ടും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് പഴയ ഓർമ്മ വന്നതാണ്. അപ്പോൾ ആ ഓർമ്മ ഒന്ന് പുതുക്കാനും എല്ലാവരുടെ അടുത്തും എത്തിക്കാനും ഉള്ള ഒരു ചെറിയൊരു ശ്രമമാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആ കാര്യങ്ങളിൽ ഒന്ന് പറയാം. പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിൽ ഒരു 80, 81, 82 കാലഘട്ടങ്ങളിലൊക്കെ കോഴിക്കോട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലൂ മാക്സ് മധുര, അതുപോലെ തന്നെ കണ്ണൂർ പോലീസ്, പിന്നെ ഏതാ മൂല്യം, ലക്കി സ്റ്റാർ ആലുവ, അരീക്കോട് സെവൻസ്, ടൗൺ ടീം അരീക്കോട്, ഇങ്ങനെയുള്ള അതുപോലെ പോത്തന്നൂർ, പെരിന്തൽമണ്ണ, കാതറലി പെരിന്തൽമണ്ണ, ഇങ്ങനെയുള്ള ഒരുപാട് ക്ലബ്ബുകൾ ആ കാലഘട്ടത്തിൽ വരുമായിരുന്നു. മാസ് വണ്ടൂർ, ഇങ്ങനെയുള്ള ടീമുകളൊക്കെ വന്ന് വളരെ പ്രസിദ്ധമായ സെവൻസ് ആയിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ നടന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ടിന് അങ്ങനെ വലിയ ചരിത്രങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മുടേത്. ഇവിടെ നമ്മൾ ബ്ലൂ മാക്സ് മധുരയുടെ രാജമാണിക്യം, രാജമാണിക്യം ഒരു 6 മാസം 1 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും മരിച്ചിട്ട്. അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. എടുത്തു പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കളിക്കാരനായിരുന്നു രാജമാണിക്യം. അദ്ദേഹത്തിൻ്റെ കളി വൈഭവം അത് കണ്ടവർക്ക് അന്ന് അറിയാൻ പറ്റുള്ളൂ. അത്ര പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ബാക്കായിട്ട് എപ്പോഴും നിന്നിരുന്നത്. അതിലൂടെ പോസ്റ്റിലൂടെ ഒരു പന്ത് പോവുക എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമുട്ടായിരുന്നു. അതെ, പന്ത് കൊണ്ട് ചിത്രം വരക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു രാജമാണിക്യം. അതുപോലെ തന്നെ അതിൽ ഇസാക്ക്, സലാം, ഇവരൊക്കെ അതിവേഗതയുടെ ആളുകളായിരുന്നു. ജഹാംഗീർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതിനിപുണന്മാരായിരുന്നു. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടിൻ്റെ ആളുകൾ പാട്രിക്, അശോകൻ, അതിലേറ്റവും സെൻട്രൽ ഫോർവേഡ് പ്രേംനാഥ് ഫിലിപ്പ്, കോഴിക്കോട് പ്രേംനാഥ് ഫിലിപ്പ്. അദ്ദേഹം ഒരു ഫൈനലിൽ ബ്ലൂ മാക്സ് മധുരയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടുമുള്ള ഒരു ഫൈനലിൽ പ്രേംനാഥ് ഫിലിപ്പിൻ്റെ ഒരു ഗോളിലാണ് അന്ന് സെൻറ്ററിൽ നിന്ന് പ്രേംനാഥ് ഫിലിപ്പ് അതിവേഗതയിൽ കൊണ്ടുവന്ന് അടിച്ച ഒരു ഗോളാണ് ആ ഫൈനലിന്. അതെ, ഗോളി പുഷ്പരാജ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വളരെ പ്രശസ്തനായ ഗോളിയായിരുന്നു. അതുപോലെ ബ്ലൂ മാക്സ് മധുരൻ്റെ ഗോളിൻ്റെ പേരറിയും. ഏതായാലും നമ്മൾ ഓർക്കുന്ന ഒരു ഫൈനലായിരുന്നു അത്. അന്ന് പ്രേംനാഥ് ഫിലിപ്പിൻ്റെ എന്താ പറയുക, അതിവിദഗ്ധമായ സ്പീഡിലുള്ള ഒരു കളിയെ ഒരു മധുരയും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 2 ഫൈനലിലും ബ്ലൂ മാക്സ് മധുരയും ബ്ലാക്ക് ആൻഡ് വൈറ്റുമാണ് വന്നത്. അപാരമായ ജനക്കൂട്ടം ഉണ്ടായിരുന്ന കാലഘട്ടം. ഏതായാലും വളരെ ഓർമ്മിക്കത്തക്ക ഫുട്ബോൾ ചരിത്രത്തിൽ വണ്ടൂരിൻ്റെ ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഓർമ്മയാണ് അതൊക്കെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മരുതുകളിലൊക്കെ ഇരുന്നിട്ടായിരുന്നു കുറേ ആളുകൾ കളികൾ കണ്ടിരുന്നത്. കാരണം അന്നൊക്കെ പൈസയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. അങ്ങനെ ഇത് നമ്മളുടെ ഈ റോഡിനോട് ഈ അടുത്ത ഒരു മരുതിൽ കൊമ്പിൽ ഇടിഞ്ഞ് വീണ് ഫിറോസ് എന്ന് എൻ്റെ ഓർമ്മ ഫിറോസാണ്, ഒരു 10-18 വയസ്സായ മോൻ അതിദാരുണമായിട്ട് ഇവിടുന്ന് മരിച്ച ഒരു സംഭവം. അത് ഒരു ഭയങ്കരമായ ദാരുണമായ സംഭവമൊക്കെ നമുക്ക് ഓർമ്മിക്കാനുണ്ട് ആ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലം എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ
കാർത്തേയനി ടീച്ചറുണ്ട്. അവർ പിന്നെ റിങ് കളിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നിരുന്നു ഇവിടുന്ന്. അതുപോലെ തന്നെ നമ്മുടെ ചങ്കുവെട്ടി എന്ന സ്ഥലത്തിന് കാർത്തിയാനി ടീച്ചറുടെ വീട് എനിക്ക് തോന്നുന്നത് ആ ഭാഗത്ത് കോട്ടക്കൽ ഭാഗത്താണ്. ഈ ചങ്കുവെട്ടി എന്ന് പേര് വരാനുള്ള കാരണമൊക്കെ മാഡം പറഞ്ഞിരുന്നു അന്ന്. അതായത് അവിടെ ചങ്കുവെട്ടി തന്നെ ആയിരുന്നു, ആളുകളുടെ ചങ്ക് വെട്ടിയിട്ട് തന്നെയായിരുന്നു ആ ചങ്കുവെട്ടി എന്നുള്ള സ്ഥലത്തിന് ആ പേര് വന്നത് എന്നൊക്കെ മാഡം പറഞ്ഞൊരു ഓർമ്മ. അത് ഞാനിവിടെ വെറുതെ വളരെ സാന്ദർഭികമായിട്ട് പറയുകയാണ്, മാഡത്തെ ഓർത്തപ്പോൾ പറയണം. മാഡം ഇപ്പോൾ 2 വർഷം മുമ്പ് മരിച്ചു, കാർത്തിയാനി ടീച്ചർ. എന്തായാലും പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ ഒരു നമ്മുടെ ഈ റോഡിനൊക്കെ ഞങ്ങൾ സ്കൂളിൽ വിട്ട് അതുപോലെ സമര ദിനങ്ങളിലൊക്കെ ഈ റോഡിലൂടെയാണ് താഴോട്ട് KSU SFI എന്നൊക്കെ വിളിച്ച് KSU വണ്ടി, SFI വണ്ടി, കൂരിക്കുണ്ടുക്ക് ഐലസ, നമ്മുടെ അതുപോലെ തന്നെ ഈ ഒരു പ്രകടനം ഇങ്ങനെ പോയി. പിന്നെ അത് വണ്ടൂരങ്ങാടിയിൽ പോയിട്ട് നമ്മുടെ ബീഡി കമ്പനിൻ്റെ അടുത്ത്, ദോസ്തി ബീഡി കമ്പനിൻ്റെ അടുത്ത് എത്തുമ്പം പോച്ച കമ്പനി എന്നൊക്കെ വിളിക്കുന്ന ആ ഓർമ്മകളൊക്കെ ഉണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഫുട്ബോളിൻ്റെ ഓർമ്മയാണ് ഞങ്ങൾ ഇന്ന് പങ്കുവെക്കുന്നത്. ഞാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ, മൈ ആർട്ട് ആൻഡ് മൈ സൊസൈറ്റി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.